ലോകകപ്പ് ഫൈനലിന്റെ ആവേശം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ സ്കൂളുകൾക്കും കോളേജുകൾക്കും നാളെ അവധി നൽകാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. അർദ്ധരാത്രി 12:30 നടക്കുന്ന ലോകകപ്പ് ഫൈനൽ മത്സരം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൂർണ്ണമായി ആസ്വദിക്കാനാണ് ഈ തീരുമാനമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഫുട്ബോൾ ആരാധകർ ഏറെയുള്ള കേരളത്തിൽ ഈ പ്രഖ്യാപനം വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അവധി സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കി. യൂറോപ്യൻ ശക്തികളായ സ്പെയിനും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഫിഫ ലോകകപ്പ് 2026 ഫൈനൽ നേർക്കുനേർ എത്തുമ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ കിരീടം ഉയർത്തുന്നത് ലയണൽ മെസ്സിയുടെ അർജന്റീനയോ അതോ യുവതാരങ്ങളുടെ കരുത്തിൽ കുതിക്കുന്ന സ്പെയിനോ എന്ന ചോദ്യമാണ് ഇന്ന് രാത്രി ഉത്തരം ലഭിക്കുക. അർജന്റീനയ്ക്ക് ഇത് ചരിത്രത്തിലെ 4ാം ലോകകപ്പ് കിരീടം നേടാനുള്ള അവസരമാണ്. അതിലുപരി തുടർച്ചയായ 2ാം ലോകകപ്പ് കിരീടവും അവർ ലക്ഷ്യമിടുന്നു. മറുവശത്ത് 2010 ശേഷം വീണ്ടും ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്താൻ സ്പെയിൻ ഒരുങ്ങുകയാണ്. അവരുടെ ലക്ഷ്യം ചരിത്രത്തിലെ 2ാം ലോകകപ്പ് കിരീടമാണ്. ഫൈനലിലേക്ക് എത്തിയ ഇരു ടീമുകളുടെയും പ്രകടനം അതിശയിപ്പിക്കുന്നതാണ്. അർജന്റീന ഇതുവരെ ഒരു മത്സരത്തിൽ പോലും തോറ്റിട്ടില്ല. അതുമാത്രമല്ല, ഒരു സമനില പോലും വഴങ്ങാതെ എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് അവർ ഫൈനലിൽ എത്തിയത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ മികവ് പുലർത്തുന്ന അർജന്റീന എതിരാളികൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. സ്പെയിനും അപരാജിതരാണ്. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കേപ്പ് വെർദെയെ ഗോൾ രഹിത സമനില വഴങ്ങിയിരുന്നു. അതിനുശേഷം തുടർച്ചയായ വിജയികളുമായി സ്പെയിൻ ഫൈനലിലേക്കുള്ള യാത്ര പൂർത്തിയാക്കി. ഫൈനലിന് മുമ്പ് മറ്റൊരു വലിയ ചർച്ച ഗോൾഡൻ ബൂട്ട് പോരാട്ടമാണ്. നിലവിൽ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ് 10 ഗോളുകളുമായി 1ാം സ്ഥാനത്ത്. അർജന്റീന നായകൻ ലയണൽ മെസ്സിക്ക് 8 ഗോളുകളാണ് ഉള്ളത്. ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കണമെങ്കിൽ ഇന്നത്തെ ഫൈനലിൽ മെസ്സി കുറഞ്ഞത് 2 ഗോളെങ്കിലും നേടേണ്ടി വരും. എന്നാൽ അതത്ര എളുപ്പമല്ല. കാരണം സ്പെയിന്റെ ഗോൾ കീപ്പർ ഉനൈ സിമോൺ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ടൂർണമെന്റിനുടനീളം ഒരു ഗോൾ മാത്രം വഴങ്ങിയ സിമോൺ എതിരാളികൾക്ക് വലിയ തലവേദനയാണ്. ശക്തമായ ആക്രമണ നിരയുള്ള ഫ്രാൻസിന് പോലും സ്പാനിഷ് വല കുലുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരമൊരു പ്രതിരോധം മറികടന്ന് മെസ്സിയും അർജന്റീനയും ഗോൾ കണ്ടെത്തുമോ എന്നതാണ് ഫൈനലിലെ ഏറ്റവും വലിയ ആകാംക്ഷ. ഇരു ടീമുകളുടെയും ഫൈനൽ പ്രവേശനം ശ്രദ്ധേയമായിരുന്നു. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചാണ് അർജന്റീന ഫൈനലിൽ എത്തിയത്. മറുവശത്ത് ഫ്രാൻസിനെ 2-0 പരാജയപ്പെടുത്തിയ സ്പെയിൻ ആത്മവിശ്വാസത്തോടെയാണ് കലാശ പോരാട്ടത്തിലേക്ക് ടിക്കറ്റ് എടുത്തത്. ഇന്നത്തെ ഫൈനൽ പരിചയസമ്പന്നരായ മെസ്സി, ജൂലിയൻ അൽവാരസ് എന്നിവരുടെ പ്രകടനവും സ്പെയിന്റെ യുവതാരങ്ങളുടെ ആത്മവിശ്വാസവും നിർണായകമാകും. മധ്യനിരയിലെ പോരാട്ടവും ഗോൾ കീപ്പർമാരുടെ പ്രകടനവും മത്സരഫലം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന് രാത്രി 12:30 ലോക ഫുട്ബോളിന്റെ ശ്രദ്ധ മുഴുവൻ ഒരേയൊരു വേദിയിലായിരിക്കും. അർജന്റീന തുടർച്ചയായ 2ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ചരിത്രം എഴുതുമോ? അതോ സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായി യൂറോപ്യൻ ആധിപത്യം ഉറപ്പിക്കുമോ? ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫുട്ബോളിന്റെ പുതിയ രാജാവ് ആരാകും? കാത്തിരുന്നു കാണാം.